ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്നിറങ്ങി എൻ്റെ ചേട്ടന് ഞങ്ങളെല്ലാവരെയും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടുന്ന കാഴ്ചയാണിത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ വീട്ടിലേക്കുള്ള ആദ്യത്തെ ഓട്ടോമാറ്റിക് കാർ വാങ്ങാനുള്ള യാത്രയാണ്. ട്രെയിനിൽ കയറി കുറേ നാൾ കൂടിയുള്ള ട്രെയിൻ യാത്ര ആയതുകൊണ്ട് തന്നെ ചാക്കോച്ചനും മാനിക്കുട്ടിയും അത്യാവശ്യം നല്ല എക്സൈറ്റഡ് ആണ്. 2 മണിക്കൂറിന് ശേഷം നമ്മൾ എറണാകുളത്തെത്തി. അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് നേരെ മാതാ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പൊറോട്ടയും മുട്ടക്കറിയും പുട്ടും ബീഫും കഴിച്ച് നേരെ അടുത്ത ഊബർ എടുത്തിട്ട് വണ്ടിയെടുത്തു. ഉച്ചയ്ക്ക് ലുലുവിലെ പാരഗണിൽ നിന്ന് മട്ടൻ ബിരിയാണിയും കഴിച്ചു. അങ്ങനെ കൊച്ചി ട്രിപ്പിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വണ്ടിയായിട്ട് പോവുകയാണ്. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും വണ്ടി ഏതാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇപ്പം മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ വണ്ടി ഏതാണെന്ന് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ സ്വപ്ന വണ്ടി. അങ്ങനെ വണ്ടിയായിട്ട് നേരെ പള്ളിയിലേക്ക് പോയി. സഞ്ചരിക്കാനുള്ള വാഹനമായതുകൊണ്ട് തന്നെ പള്ളിയിലച്ഛനെ കൊണ്ട് ഒന്ന് വെഞ്ചരിപ്പിച്ചു. അതിനുശേഷം വീട്ടിലെത്തി ഒരു ഡ്രീം കേക്ക് മുറിച്ച് എല്ലാവർക്കും മധുരം പങ്കുവച്ചു. അപ്പോൾ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി ഇതിൻ്റെ എൻജിൻ 624 cc ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു ഇതിൻ്റെ AC ഒക്കെ ചുമ്മാ പേരിന് കൊടുത്തതായിരിക്കുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ AC ഇട്ടപ്പോൾ നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് നല്ല ഉച്ച സമയത്ത് ചൂട് സമയത്ത് നല്ല സൂപ്പർ കൂളിംഗ് ആയിരുന്നു. ചില്ലിങ് എഫക്റ്റാണ് അകത്തുള്ളത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ നല്ലതാണ്. അതായത് മറ്റ് കാറുകളെ അപേക്ഷിച്ച്, അതായത് ചെറുവണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പം ഇതിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെ കാഴ്ചകളെ നല്ല വെടിപ്പായിട്ട് വൃത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ചെറിയൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. നീളം കുറവായതുകൊണ്ട് പല വഴികളിൽ നമുക്ക് റിവേഴ്സ് ഇടാതെ തന്നെ ഒറ്റയടിക്ക് ഓട്ടോറിക്ഷ തിരിക്കുന്ന പോലെ തിരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിലൊക്കെ പെട്രോൾ അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഡീസൽ അടിക്കണമെങ്കിൽ ചെറിയൊരു ലിഡാണ് തുറക്കേണ്ടത്. എന്നാൽ ഈ കുഞ്ഞൻ വണ്ടിയിൽ പെട്രോൾ അടിക്കണമെങ്കിൽ വലിയ ലിഡ് തന്നെയാണ് തുറക്കേണ്ടത്. അതൊരു പ്രത്യേകതയായിട്ടും ചെറിയൊരു പ്രശ്നമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. വീട്ടിൽ കാറ് ഇടുമ്പം നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം എലിശല്യമാണ്. പലരുടെയും വാഹനങ്ങളിൽ എലി കയറി ഒത്തിരി നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാകാം വണ്ടി മേടിച്ചതിന് 2ാമത്തെ ദിവസം തന്നെ പൂച്ചക്കുഞ്ഞ് സെക്യൂരിറ്റി ജോലി ഏറ്റെടുത്ത് വണ്ടിയുടെ ആ ബോണറ്റിനുള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നീറ്റായിട്ടാണ് ടാറ്റ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് മുന്നിലത്തെ 2 വിൻഡോയും പവർ വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് ഡോർ ചെറുതായതുകൊണ്ട് അവിടെ കൊടുക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുറകിലത്തെ വിൻഡോസ് തുറക്കാൻ നമ്മുടെ പവർ തന്നെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എനിക്കൊന്ന് ആദ്യം ഇറങ്ങിയ നാനോയ്ക്കൊന്നും ഇങ്ങനത്തെ ഡിക്കി തുറക്കാനുള്ള സെറ്റപ്പിലായിരുന്നു. ഗ്ലാസ്സൊക്കെ ഫിക്സ്ഡ് ആയിരുന്നു. എന്നാൽ ഇതിൽ ചെറിയ ഡിക്കി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാം. ഇതിൻ്റെ താഴെയായിട്ടാണ് എൻജിൻ സ്ഥിതി ചെയ്യുന്നത്. ഈ കവർ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലാണ് എൻജിൻ ഇരിക്കുന്നത്. അപ്പം സാധാരണ മറ്റ് വാഹനങ്ങളെക്കാളും കുറച്ച് സൗണ്ട് ഇതിന് കൂടുതലുണ്ട്. ഇപ്പോൾ കളിയാക്കി മറ്റുള്ളവർ പറയുന്നത് ഓട്ടോറിക്ഷയുടെ സൗണ്ടാണെന്നാണ്. എന്നാൽ ഈ വാഹനത്തിനുള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ സൗണ്ടൊന്നും ഫീൽ ചെയ്യാറില്ല. പിന്നെ ബുള്ളറ്റ് കടകട സൗണ്ടെന്ന് കേൾപ്പിച്ച് നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കുന്ന പോലെ പുറത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ഈ ശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ. അകത്തുള്ളവർക്ക് ഈ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റത്തില്ലെന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് 6 അടിയാണ്. എന്നാൽ ഇതിനകത്ത് കയറിയപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഹെഡ് റൂമൊക്കെ നല്ല രീതിയിലുണ്ട്. ഇപ്പം സീറ്റ് അത്യാവശ്യം പുറകോട്ടാണ് ഇട്ടേക്കുന്നത്. എന്നാലും പുറകിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു ഹർമൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഈ ടാറ്റ കാറിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡ്രൈവിന് പോയിട്ട് വരാം. ഇപ്പോൾ കയറ്റം കയറുവാണ്. ചെറിയൊരു പമ്പലുണ്ട്. ഈ ചെറിയ എഞ്ചിനുള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് അധികം അതിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഈ നോമ്പുകാലമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം സഹനശക്തിയൊക്കെ ഇത് വെച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ ഓടിച്ച് മടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് ആ മടുപ്പ് മാറ്റാനായിട്ട് ഒരു സ്പോർട്സ് മോഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്സ് മോഡ് ആക്ടിവേറ്റ് ആവും. അത്യാവശ്യം ഒന്ന് കത്തിച്ച് വിടാനൊക്കെ അത് ധാരാളമാണ്. അതുപോലെ തന്നെ കമ്പനി തന്നെ ഇതിനൊരു നല്ലൊരു സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളൊരു പോരായ്മ ഇതിന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചെറിയ കയറ്റത്തേലൊക്കെ നിർത്തിയിട്ട് എടുക്കുമ്പോഴത്തേക്കും ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ ഈ സംഭവം പുറകോട്ട് ഉരുണ്ടു പോകും. അത്രയ്ക്കോ പല പ്രശ്നങ്ങളോ ഉള്ളൂ. ഇപ്പം മഴ നനയാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം കേരളം മുഴുവൻ ചുറ്റാനൊക്കെ ഈ വണ്ടിയുടെ ആവശ്യമുള്ളൂ. ഇപ്പം നാനോയെ ഇഷ്ടപ്പെടുന്ന നാനോ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ തുടക്കത്തിൽ ഈ വണ്ടി 1 ലക്ഷം രൂപയ്ക്ക് ഇറക്കിയത് കൊണ്ട് തന്നെ ഏറ്റവും വിലക്കുറഞ്ഞ വണ്ടി എന്നുള്ളൊരു പേര് ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു പുച്ഛമാണ് നാനോ കാണുമ്പോൾ. ഞാൻ ഈ വണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ എൻ്റെ നാട്ടിലുള്ള നമ്മൾ അറിയുന്നൊരു ചേട്ടൻ തന്നെ ചോദിച്ചു, വീടിന് കണ്ണ് കിട്ടാതിരിക്കാനാണോ ഈ വണ്ടി വാങ്ങിച്ചതെന്ന്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ വരുമെന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.